നിങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോൾ ഇതിനുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഒരു ടാക്സി ഹയർ ചെയ്യാം, അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാം. ഈ രണ്ട് കേസിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറയുന്നത്, ആദ്യത്തെ കേസിൽ ഒരു എക്സ്പേർട്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇതുവഴി പോകണം, എങ്ങനെ പോകണം, എത്ര നേരം കൊണ്ട് ചെല്ലും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയല്ല എങ്കിൽ ഒരു എക്സ്പേർട്ടിനെ നമുക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനൊരു എക്സ്പേർട്ടിനെ വെച്ച് നമ്മളൊരു ഇൻവെസ്റ്ററാണ്, നമ്മുടെ കൂടെ മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ഫണ്ട് കളക്ട് ചെയ്ത് ഒരു ഫണ്ട് മാനേജർ പല അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്? പല കമ്പനികളുണ്ട്, ഇവർക്ക് പല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് തോന്നിയ രീതിയിൽ പല മ്യൂച്വൽ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാലം ഉണ്ടായിരുന്നു, അവിടെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാർക്ക് ഗുണം ചെയ്യില്ല എന്ന് സെബിക്ക് മനസ്സിലായതുകൊണ്ട് സെബി പറഞ്ഞു, ഇനി തൊട്ട് 5 ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് എക്വിറ്റി, അതായത് കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെക്കാനിസം സെയിം തന്നെയാണ്. ഒരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് ഈ മാനേജർ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിലേക്കാണ് എക്വിറ്റിയിലേക്ക്, അതായത് കമ്പനികളുടെ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാകുന്നു, റിട്ടേൺസ് ഉണ്ടാകുന്നു. അതിൽ നിന്ന് റിട്ടേൺസ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതായത് ഇത് ഗവൺമെന്റ് ബോണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ടുകൾ, അങ്ങനെയുള്ള ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇതിൽ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യും, അതായത് എക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവർ റിസ്ക് മാനേജ് ചെയ്യുന്ന ലെവലുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. അത് ആദ്യത്തെ എക്വിറ്റി കാറ്റഗറിയിൽ ആയിരിക്കും ഏറ്റവും ഹൈസ്റ്റ് റിസ്ക്, കാരണം അത് കമ്പനി സ്റ്റോക്കുകളാണ്. പിന്നെ വരുന്നത് ബോണ്ടുകളാണ്, അത് കുറേയും കൂടെ സേഫറാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. പിന്നെ വരുന്നത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. സൊല്യൂഷൻ ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതേപോലെ തന്നെ കുട്ടികളുടെ മാരേജിന് വേണ്ടിയുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെ ഉണ്ട്. അതായത് ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, എന്നിട്ട് അത് നമുക്ക് മെച്യൂർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ അതർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അവിടെ ഈ നിഫ്റ്റി 50 അങ്ങനെയുള്ള ഇൻഡെക്സുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ ചേരുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ആണ്. ആദ്യത്തേതെന്ന് പറയുന്ന ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി ഇത് ഉണ്ടാകാറില്ല, എൻട്രി ലോഡ് ആർക്കും തന്നെ ഉണ്ടാകാറില്ല. പക്ഷേ എക്സിറ്റ് ലോഡിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ടൊരു 7 ഡേയ്സിനുള്ളിൽ തന്നെ അത് നമ്മൾ വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യും എന്ന് പറയുന്ന പരിപാടികളൊക്കെ പല കേസിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലോക്ക് ഇൻ പീരീഡും ഇതേപോലെ തന്നെ യൂഷ്വലി ഉണ്ടാകാറില്ല, അതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അറിയേണ്ടതാണ് ഇതിലെ ആവറേജ് ആയിട്ടുള്ള റിസ്ക് ടു റിവാർഡ് റേഷ്യോ എങ്ങനെയാണ്, റിസ്ക് എന്തേരമാണ്, റിവാർഡ് എന്തേരമാണ്, എത്ര റിട്ടേൺസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും നോക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതായത് പല അസറ്റ് ക്ലാസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ പറയുന്നത് ഹൈ ലിക്വിഡിറ്റിയാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രൈസിങ് ഡെയിലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പിന്നെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മണി മാനേജ്മെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യാനായിട്ട് ഒരു നല്ല എക്സ്പേർട്ട് ടീം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവിടെ നമുക്ക് കുറേ കൂടെ റിസ്ക് കുറവായിരിക്കും. നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക്കും കുറവാണ്, സേഫ്റ്റിയും കൂടുതലാണ്. പിന്നെയുള്ള ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ലോസ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ചാർജസ് ആണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആനുവൽ ആയിട്ടുള്ള ചാർജുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചാർജുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം തന്നെയാണ്. അതായത് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഗെയിൻ കിട്ടുമ്പോൾ അതിൽ ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള ഗെയിൻ ടാക്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും കമൻസും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്